2026 ജൂൺ 30 സിറാജ് എഡിറ്റോറിയൽ. വെട്ടി മാറ്റപ്പെടുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് മാത്രമല്ല. രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ടെലഗ്രാഫ് മുൻ എഡിറ്ററുമായ ആർ രാജഗോപാലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ സംഭവം ഒരു സാങ്കേതിക പിഴവായി കാണാവുന്നതല്ല. കേന്ദ്ര സർക്കാരിനും സംഘ് പരിവാരിനും എതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്താനും വിമർശകരെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, രാജ്യത്തെ പൗരസമൂഹമാകെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മാധ്യമ കൂട്ടായ്മയായ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ശക്തമായി രംഗത്തു വന്നത്. 3.5 ദശാബ്ദത്തിലധികമായി കൊൽക്കത്തയിൽ സ്ഥിര താമസക്കാരനാണ് ആർ രാജഗോപാൽ. ബാലിഗഞ്ച് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് വോട്ട്. മുൻ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതുമാണ്. ഈ വർഷത്തെ SIRലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിയത്. ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായില്ല. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കി നൽകാൻ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന മകളുടെ വിവാഹത്തിന് പോലും പോകാൻ സാധിച്ചില്ല. 2002 വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെ പേരില്ലെന്നാണ് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ പറയുന്ന കാരണം. വോട്ടവകാശം പുനഃസ്ഥാപിച്ചു കിട്ടാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപവൽക്കരിച്ച ട്രിബ്യൂണലിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് അദ്ദേഹം. സംഘ് പരിവാറിൻ്റെയും നരേന്ദ്ര മോദിയുടെയും കടുത്ത വിമർശകനാണ് രാജഗോപാൽ. ഇതാണ് പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തെ വിമർശിക്കുന്നത് ദേശവിരുദ്ധതയല്ല, പൗരന്റെ അവകാശവും കടമയുമാണ്. നിർഭാഗ്യവശാൽ വിമർശകരെയെല്ലാം ശത്രുക്കളും ദേശവിരുദ്ധരുമായി മുദ്രകുത്തുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് രാജ്യത്തിപ്പോൾ വളർന്നു വരുന്നത്. കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വിമർശിച്ചതിൻ്റെ പേരിൽ നിരവധി പേരാണ് ഭരണകൂട വേട്ടക്കിരയായതും ജയിലിൽ അടക്കപ്പെട്ടതും. ഇതിൻ്റെ തുടർച്ചയായി വേണം സംഘ് പരിവാർ വിരുദ്ധർക്ക് വോട്ടും അർഹതപ്പെട്ട മറ്റു അവകാശങ്ങളും നിഷേധിക്കാനുള്ള നീക്കത്തെ കാണാൻ. മതിയായ രേഖ ഹാജരാക്കിയിട്ടും രാജഗോപാലിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൻ്റെ കാരണം വ്യക്തമാക്കാൻ അധികൃതർക്ക് സാധിക്കാത്തത് ഈ സന്ദേഹം ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ജനാധിപത്യത്തിൽ നീതി നടപ്പാക്കുക മാത്രമല്ല, അത് നീതിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. പേരുകൾ ഒഴിവാക്കിയതിൻ്റെ വ്യക്തമായ കാരണം കക്ഷികളെ അറിയിക്കാനും ബോധിപ്പിക്കാനും ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരാണ്. അതില്ലാത്ത സാഹചര്യത്തിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പകയാണെന്ന് ധരിക്കാൻ സമൂഹം നിർബന്ധിതരാകുക സ്വാഭാവികം. ജീവിതകാലം മുഴുവൻ മാധ്യമപ്രവർത്തനം നടത്തുകയും ദേശീയ തലത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സാധാരണക്കാരുടെ ഗതി എന്തായിരിക്കും? രാജ്യത്തൊട്ടാകെ 6 കോടി വോട്ടർമാരും പശ്ചിമ ബംഗാളിൽ മാത്രം 91 ലക്ഷം പേരുമാണ് SIRന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇവരിൽ നല്ലൊരു പങ്കും രാജ്യത്തെ പൗരന്മാരും ഭരണഘടനാപരമായി വോട്ടവകാശമുള്ളവരുമാണ്. ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പക്ഷേ രാജ്യത്ത് ആളുകളില്ല. പട്ടികയിൽ പേര് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നിയമപരമായ മാർഗങ്ങളെക്കുറിച്ച് അജ്ഞരുമാണ് പലരും. നിയമപോരാട്ടം നടത്താനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. പൗരത്വമില്ലാത്തവരും ജനാധിപത്യ പ്രക്രിയയിൽ ശബ്ദമില്ലാത്തവരുമായി മാറിയിരിക്കുകയാണ് ഫലത്തിൽ ഇവർ. കൃത്യമായ വോട്ടർ പട്ടികയും പട്ടിക ശുദ്ധീകരണവും ജനാധിപത്യത്തിൽ അനിവാര്യമാണെന്നത് നിഷ്തർക്കിതമാണ്. മരിച്ചവരുടെ പേരുകൾ ഒഴിവാക്കുകയും ഇരട്ടപ്പേരുകൾ നീക്കം ചെയ്യുകയും വ്യാജ വോട്ടുകൾ തടയുകയും ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയുമാണ്. അതേസമയം ഈ പ്രക്രിയക്കിടയിൽ യഥാർത്ഥ വോട്ടർമാർ പുറത്താകാതിരിക്കാനുള്ള ജാഗ്രതയും വേണം കമ്മീഷന്. ഒരു വ്യാജ വോട്ടർ പട്ടികയിൽ തുടരുന്നതിനേക്കാൾ ഗുരുതരമാണ് യഥാർത്ഥ പൗരനെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്.
ആദ്യത്തേത് തിരഞ്ഞെടുപ്പ് നിയമലംഘനമാണെങ്കിൽ രണ്ടാമത്തേത് ഭരണഘടനാപരമായ അവകാശ നിഷേധമാണ്. സമ്മതിദാനാവകാശ വിനിയോഗം നഷ്ടപ്പെടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുന്നതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യൻ പൗരത്വം നിഷേധിക്കപ്പെടുന്നതിലേക്കാണ് അതിൻ്റെ പരിണതി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് റേഷൻ, സൗജന്യ സർക്കാർ ചികിത്സ തുടങ്ങി എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ. താമസിയാതെ BJP നിയന്ത്രണത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാകാനാണ് സാധ്യത. റേഷൻ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് രാജ്യത്തെ ഭൂരിഭാഗം പേരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിന് റേഷൻ, ഭക്ഷ്യ വസ്തുക്കളും സൗജന്യ ചികിത്സയും നിഷേധിക്കപ്പെടുന്നത് അവരുടെ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ നിഷേധമാണ്. കോടിക്കണക്കിന് പൗരന്മാരെ കൊടും പട്ടിണിയിലേക്കും പാർശ്വവൽക്കരണത്തിലേക്കും തള്ളിവിടുകയായിരിക്കും ഇതിൻ്റെ ഫലം. രാജഗോപാലിൻ്റെ കേസ് ഒരു പ്രതീകവും ഭാവിയിൽ രാജ്യത്തെ വലിയൊരു വിഭാഗം പൗരന്മാർ അഭിമുഖീകരിക്കുന്ന കൊടിയ വിപത്തിലേക്കുള്ള സൂചനയുമാണ്.